ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാള് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മള് പാവങ്ങളുടെ പിസ്സ എന്ന് പറഞ്ഞ ഒരു സാത്തർ ജിബിൻ മിക്സ് ഉള്ള ഒരു സാധനം ഞാൻ ഉണ്ടാക്കി കഴിച്ചിരുന്നില്ല. എന്റെ വീഡിയോ ഇട്ടിരുന്നു. അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അത് കുറെ ആൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് സംഭവം, എന്താണ് അതെന്ന്. അപ്പൊ അത് അവരുണ്ടാക്കുന്ന അഫ്ഗാനിസ്ഥാനികൾ ഉണ്ടാക്കുന്ന സാധനമാണ്. അത് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ് ഞാൻ ചെറുതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നിങ്ങളെ ഞാൻ നമ്മളിന്നലെ കാണിച്ചെന്ന സാധനം ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സാത്തർ വിത്ത് മിക്സ്, അതായത് സാത്തറും ജിബിനും കൂടിയും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ആ ഇട്ടുകൊണ്ടിരിക്കുന്ന ജിബിനാണ്. അതിന് മുകളിൽ ഈ സാത്തറും കൂടി ഇട്ടിട്ട് അത് മിക്സ് ആക്കും. ഇവര് നാലാൾക്കാരല്ലേ, അഫ്ഗാനികളാണ്. ഇവര് എന്താ വെച്ചാല് ഫുഡിന്റെ കൂടെ അവർ കുറച്ച് സ്നേഹം കൂടി കൂട്ടിക്കാണ്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ എന്താ വെച്ചാൽ വെറും കച്ചവട മൈൻഡ് മാത്രമല്ല, ആൾക്കാർക്ക് ഒരു നല്ല സാധനം കൊടുക്കാന്നുള്ളൊരു മൈൻഡും കൂടി ഇവർക്ക് ഉണ്ട് കേട്ടോ. സാധനം കണ്ടില്ല, അത് ഇട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ രണ്ട് സൈഡും പ്രസ് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് വെച്ചെടുത്തിട്ട് അയാള് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ കുറച്ച് നെയ്യോ കാര്യങ്ങളൊക്കെ തേക്കാം. ഓയിലും കൊണ്ടത് ഓയിൽ എന്താ ചേർക്കുന്നത്, ഓയിൽ ചേർത്തിട്ട് ചെറുമട്ടത്തിൽ ഓയിൽ ചേർത്തിട്ട് നേരെ കണ്ടല്ലേ ആ ചൂളൊക്കെ അകത്തേക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ചൂളയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം. സംഭവം പുറത്തും നല്ല ചൂടാണ്, അതിനകത്ത് അതിലേറെ ചൂടാണ് അതല്ലേ. സെക്കൻഡുകൾക്കുള്ളിൽ കംപ്ലീറ്റ് അത് കത്തിയിട്ടുണ്ടല്ലോ. എന്ത് സാധനം ഇട്ടാലും ചിക്കൻ ആണെങ്കിലും എന്താ റൊട്ടി ആണെങ്കിലും ഒക്കെ സെക്കൻഡുകൾക്കുള്ളിൽ അത് ഗ്രില്ലായിട്ട് തിരിച്ചു വരും. ഒരുപാട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്കൊന്ന് പാകിസ്ഥാനികളൊന്നും വല്ലാതെ കഴിക്കല്. ഇത് അറബികളാണ് ഇത് ഉണ്ടാക്കിയത് തോന്നുന്നത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. ഒരുപാട് സ്ഥലത്ത് നിന്ന് ഞാനിത് വാങ്ങിയിട്ടും കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പിന്നെ അവിടെ നിന്നും വല്ലാതെ കഴിച്ചില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇടക്കിടക്ക് ഞാൻ ഈ സാധനം കഴിക്കലുണ്ട്. ഇവരെ ആൾക്കാരോട് ഞാൻ ചോദിക്കുമ്പോൾ ഇവർക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. ഈ സാധനം ഇവർ റൊട്ടി മാത്രമേ കഴിച്ചുള്ളൂ, ഈ സാധനം ഒരു കഴിച്ചിട്ടില്ല അല്ലേ. 2 പീസാക്കി. ഇനി ഇത് ആൾക്കാർക്ക് ആവശ്യമുള്ള ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ സ്ഥലം ഞാൻ പറഞ്ഞ മുസഫ, അബുദാബി മുസഫയിൽ 9ാം നമ്പറിലാണ് കേട്ടോ. മുസഫയിലൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം 9ാം നമ്പർ എവിടെയെന്നുള്ളത്. ഓക്കെ, ഇവർ 4 ആൾക്കാരാണ്. എപ്പോഴും ഒരാൾ നാട്ടിലേക്കാണ്, ഇപ്പോൾ ഒരാൾ നാട്ടിലാണ്. ഇനിയിപ്പോ മറ്റാൾ വരുമ്പോൾ ഇയാൾ പോകും. ഈ ബേക്കറിന്റെ പേര്. താങ്ക് യു.